വന്നണിയുന്ന ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി എടപ്പാൾ ചോയ്സ് വെഡിംഗ് കാസിലും ഒരുങ്ങിക്കഴിഞ്ഞു. ചോയ്സ് വെഡിംഗ് കാസിലിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം. ചോയ്സ് വെഡിംഗ് കാസിൽ, ആമാനാമാൾ, എടപ്പാൾ. മണ്ഡലത്തിലെ പട്ടിത്തറ തൊണ്ണൂക്കര അയലക്കുന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റി രംഗത്ത് കുന്നിടിച്ചു നിരത്തിയുള്ള മണ്ണ് ഖനനം നിർത്തലാക്കണമെന്നാണ് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നത്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ മണ്ണ് മാഫിയ കുന്നിടിച്ചു നിരത്തി ലോഡ് കണക്കിന് മണ്ണ് കടത്തുന്നത്. തൊഴുക്കര, തണ്ണീർക്കോട്, കിഴക്കൻ മുക്ക് പ്രദേശങ്ങളിലെ 100-ലേറെ വരുന്ന കുടുംബങ്ങളാണ് ഇരകളായി ഭയന്ന് കഴിയുന്നത്. ഇതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചെറുത്തുനിൽക്കുന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്താനും കള്ളക്കേസിൽ കൊടുക്കാനുമാണ് മണ്ണ് മാഫിയ ശ്രമിക്കുന്നത്. നമുക്ക് എന്താ വെച്ചാൽ ഇത് മണ്ണെടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ അച്ഛൻ്റെ നമ്പർ, എൻ്റെ നമ്പർ ഇതൊക്കെ അവരാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നിരന്തരമായിട്ട് ശല്യമായിരുന്നു. എന്നും വീട്ടിലേക്ക് വരിക. അപ്പം ഞാൻ പറയാറുണ്ട്, ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത് എൻ്റെ മാത്രം വീട് മാത്രമല്ല ഇവിടെ ഈ കുന്നിൻ്റെ അരുവിലുള്ളത്. നിലവിൽ ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലം. എനിക്ക് ഒറ്റയ്ക്കായിട്ടൊരു തീരുമാനം ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഇന്നലെ വരെ അവർ വീട്ടിലേക്ക് വരിക, അതുപോലെ തന്നെ അമ്മയോട് പറയുക, മകനോട് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് നിനക്ക് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ നിരന്തരമായ ഭീഷണികളായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ കേസിന് പോയത്. ഇന്നലെ വരെ അവർ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ നടത്തുന്ന മണ്ണെടുപ്പ് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൗനം പാലിക്കുകയാണ്. പ്രദേശത്തെ ജലസ്രോതസ്സുകൾ എല്ലാം വറ്റിവരണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ചില പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങുകയും പ്രതിഷേധിക്കാൻ മുന്നിൽ നിന്നവർക്കെതിരെ ഭീഷണിയും കേസുകളും അപവാദ പ്രചരണങ്ങളും നടത്തുന്ന സാഹചര്യത്തിൽ പോലീസ് അധികാരികൾ, റവന്യൂ വകുപ്പ്, ജിയോളജി ആൻഡ് മൈനിംഗ് തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന അയലക്കുന്ന് സംരക്ഷണ സമിതി നീതിക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഒരു 5 കുടുംബങ്ങളെ കഴിഞ്ഞ വർഷക്കാലത്ത് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടിയിട്ട് അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു മേലത്തൂർ സ്കൂളിലേക്ക്. അതായത് മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്, ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ മാറ്റി പാർപ്പിച്ചതിന് ശേഷം പിന്നെ അവർ മഴക്കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു, നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നു, അവർ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരെന്നെ നമ്മുടെ നാട്ടിൽ 1-2 പേര് ബന്ധപ്പെട്ടിട്ട് അവരെ കൊണ്ട് ഒരു കൺസെന്റ് ഒപ്പിടിച്ചു വാങ്ങി. അതെന്താണെങ്കിൽ ഇവർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയവരാണല്ലോ. അപ്പൊ ഇവരുടെ തന്നെ അനുമതി ഉണ്ടെങ്കിലാണ് മണ്ണെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഈ മാഫിയയ്ക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പൊ അവരെന്താ ചെയ്തെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ മാറിപ്പോയ ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത് വന്നിട്ട് അവിടെ മണ്ണ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കൺസെന്റ് ഒപ്പിട്ട് വാങ്ങിയത്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വക്കീലിന്റെ മുന്നിൽ നിന്ന് ഒപ്പിടേണ്ട ഒരു രേഖയാണ്. നിലവിൽ അവരിവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അവരെ ഒരു വെള്ള പേപ്പറിലാണ് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയത്, അല്ലാതെ ഇങ്ങനെ ഒരു മുദ്ര പേപ്പറിലല്ല. അതിന്റെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ അടുത്തുനിന്ന് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് പോയി വാങ്ങിയ സാധനമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസെന്റ് എന്ന രൂപത്തിൽ. ഇത് ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെങ്കിൽ 20-ാം തീയതി ജിയോളജി ഓഫീസർ ഞങ്ങളുടെ നാട്ടിൽ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ തടയുന്നതെന്ന്. അപ്പൊ നോക്കുമ്പോൾ എന്താണെങ്കിൽ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ച ആൾക്കാരെ കൊണ്ട് ഇത് വ്യാജമായിട്ടുണ്ടാക്കിയ ഒരു രേഖയാണ്. ആൾക്കാരാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്, ഒപ്പിട്ട ആൾക്കാരാണ്. അശോകൻ, ഗിരീഷ്, സുരേഷ്. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഈ ഒരു രേഖ കാണിച്ചിട്ടാണ് അവർ മണ്ണെടുക്കാനുള്ള അനുമതി വാങ്ങിയത്. അപ്പൊ ഞങ്ങളത് അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ നാട്ടിലെ നമുക്കും നിയമോപദേശം തരുന്ന ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് വക്കീലുണ്ട്, അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ രേഖ നമ്മൾ ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് ജിയോളജിക്കും അതാത് ഡിപ്പാർട്ട്മെന്റും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അയലക്കുന്ന് തകർക്കുന്നതിനെതിരെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരവാഹികളായ കെ അനൂപ്, 15-ാം വാർഡ് മെമ്പർ കെ ശശിരേഖ, ടി പ്രവീൺ, കെ വി ലക്ഷ്മി ഗോപാൽ, എ എൻ താമി, എ പി വിനയ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജിയോളജി, റവന്യൂ, പഞ്ചായത്ത് എന്നീ അധികൃതർ വന്നിട്ട് അവിടുത്തെ ആളുകളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പിലേക്കും മാറി താമസിക്കേണ്ടായി. അതിനുശേഷം പിന്നെ ഇവർ മണ്ണെടുക്കാൻ വന്നിട്ടില്ല. മണ്ണെടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ അത് ആദ്യം തടുത്തപ്പോൾ അവർ വീണ്ടും പോയി അവർക്ക് 2024 കൊടുത്ത പാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇവർ ഒരു പ്രാദേശിക നേതാവിൻ്റെ സഹായത്തോടു കൂടി ഈ 3 പേരിൽ നിന്ന് അഫിഡേറ്റ് ഒപ്പിട്ട് വാങ്ങുകയും അതിൻ്റെ ഫലമായിട്ടാണ് അവർ വീണ്ടും മണ്ണെടുക്കാൻ വന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളെ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് ഇടപെട്ടിട്ട് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവർ എല്ലാ പേപ്പറുകളും അവർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടി വരും.
നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഹൈക്കോടതി സ്റ്റേ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വെച്ചാൽ. അപ്പൊ ഇവര് മണ്ണ് ഒപ്പിട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ, ഇവര് 3 പേര് ഒപ്പിട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ 69 പേരൊരു ഒപ്പിട്ട ഒരു പരാതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ജിയോളജി വകുപ്പ്, റവന്യൂ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പിന്നെ പരാതി കൊടുക്കണ്ടായി. ആ പരാതി കൊടുക്കേണ്ട അടിസ്ഥാനത്തിൽ എന്തോന്ന് അറിയില്ല, 19-ാം തീയതി അത് ജിയോളജി വകുപ്പ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഞങ്ങളിപ്പോൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ഏകദേശം ഒരു 60-70 ഡിഗ്രി ചരിവുള്ള ഒരു കുന്നാണ്. ആ കുന്നിന്റെ സൈഡിൽ വലിയ വലിയ പാറമടകൾ നിൽക്കുന്നുണ്ട്.